തടസ്സമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഥകിൽ വന്ന് മുട്ടിയെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടും അത് 4 കൊല്ലം തുടർന്നോട്ടെ എന്ന് തീരുമാനിച്ച സർക്കാർ നിലപാടാണ് പരിശോധിക്കേണ്ടതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. 5 വർഷത്തിനിടെ കേരളത്തിൽ ഒറ്റ FIR പോലും ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ പത്തനംതിട്ടയിൽ പറഞ്ഞു. ഇപ്പം നമ്മുടെ മുന്നിൽ ഇന്നലെയാണ് ഈ റിപ്പോർട്ട് കിട്ടുന്നത്. സംസ്ഥാന സർക്കാരിന് 2019 കിട്ടിയില്ലേ? 2019 കിട്ടുമ്പോൾ ഡ്രഗ് പെഡലിംഗ്, അബ്യൂസിംഗ് ദ മൊഡസ്റ്റി ഓഫ് എ വിമൻ, സൈബർ ക്രൈമുകൾ, തൊഴിലിടത്തിലെ ചൂഷണങ്ങൾ, ഇതെല്ലാം നിൽക്കുമ്പോൾ 1 FIRകൾ ഉണ്ടാകുന്നില്ല. 2, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഫിലിം ഇൻഡസ്ട്രിയിൽ വരുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു മാറ്റത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിന് ആരെയൊക്കെയോ സംരക്ഷിക്കുവാനുള്ളതുകൊണ്ടും സംസ്ഥാന സർക്കാരിന് ഒളിച്ചു കടത്താനുള്ളതുകൊണ്ടുമാണ് 5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് അട്ടപ്പുറത്തിരിക്കുന്നത്. കാരണം ഈ മേഖല, എല്ലാ മേഖല എന്ന പോലെ ഈ മേഖലയും എല്ലാ ആളുകൾക്കും, കാരണം ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആളുകളുള്ള മേഖലയാണ്. എല്ലാവരും കൂടെ ദുഷ്പേര് കേൾക്കുന്നതും ഈ തൊഴിലിടങ്ങൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യവും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന്റെ കൂടെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ അതിനകത്ത് രംഗത്ത് വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ സെക്ഷൽ മാഫിയയെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതി DGP ADGPക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് നിർദ്ദേശം. പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന